آله وأصحابه الفائزين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أما بعد فأوصيكم بنفسي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يؤت الحكمة فقد أوتي خيرا كثيرا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين. മഹാനായ പേരോട് ഉസ്താദ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിനീതൻ ഇവിടെ സംസാരിക്കേണ്ടവനല്ല. അമീദ് ഉസ്താദ് നിർബന്ധിച്ചപ്പോൾ ഷെയ്ഖുനായുടെ മദദിനും ഇളക്കുമായി എണീറ്റ് നിന്നതാണ്. അല്ലാഹു തആല മദദ് രണ്ട് ലോകത്തും നമുക്കും വേണ്ടപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഷെയ്ഖുന പലതവണ ഓതുന്നതായി കേട്ടതാണ് വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അതിൽ ഷെയ്ഖുനായ അല്ലാഹു തആല പെടുത്തിയ പോലെ നമ്മെ മുഴുവൻ അല്ലാഹു പെടുത്തി തരട്ടെ. നാഫിയായ ഇൽമ് ആർക്ക് ലഭിച്ചാലും ധാരാളം വലിയ ഖൈർ അവന് അല്ലാഹു തആലയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചു എന്നതാണ് അതിൻ്റെ ചെറിയ സാരം. ഇപ്പം നാഫിയായ ഇൽമാണ് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം. ഷെയ്ഖുനാക്ക് നന്നായി ഇൽമുമുണ്ട്, ഇൽമു കൊണ്ട് നഫ്ഉമുണ്ട്. ആ നഫ്ആണ് ഈ കാണുന്നതും ലോകത്ത് മുഴുവൻ പരന്നു കിടക്കുന്നതും. നല്ല അദബും അതും ഷെയ്ഖുനാക്കുണ്ട്. തസവുഫ് ശരിയായ രീതിയിലുള്ളതും ഷെയ്ഖുനാക്ക് തന്നെയാണ് നാം അനുഭവിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പേരോട് ഉസ്താദ് പറയും. ഷെയ്ഖുന അൽഫിയ തുടങ്ങിയ സംഭവം പറഞ്ഞപ്പോൾ തന്നെ ശരിയായ ബോധം ഉണ്ടാകാൻ ആവശ്യമായത് അത് മതി. മഹാനായ കൈപ്പറ്റ മമ്മൂട്ടി മുസ്ലിയാർ ഉപ്പാപ്പനവർ അല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി, അവരിൽ നിന്നാണ് അൽഫിയ തുടങ്ങിയത് എന്ന് ഷെയ്ഖുന പറയുന്നത് പലതവണ നാം കേട്ടിട്ടുണ്ട്. അൽഫിയയുടെ ബസ്മലത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിനെ ശർഹ് ചെയ്യുമ്പോൾ മമ്മൂട്ടി ചെറുപ്പാപ്പ പറഞ്ഞു, എന്തിനാണ് ബിസ്മില്ലാഹി കൊണ്ട് തുടങ്ങിയത്? അപ്പോൾ തഖല്ലഖു ബി അഖ്ലാഖില്ലാഹ് എന്ന് ഓതി അല്ലാഹു തആലയുടെ സ്വഭാവങ്ങളെ കൊണ്ട് മുഴുവൻ സ്വഭാവം സിദ്ധിക്കണം. അള്ളാഹുവിൻ്റെ സ്വഭാവങ്ങളാണ് അള്ളാഹുവിൻ്റെ ഇബാദിന് ഉണ്ടാകേണ്ടത്. അള്ളാഹുവിൻ്റെ സ്വഭാവങ്ങൾ അള്ളാഹുവിൻ്റെ ഇബാദിന് ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ നന്നായി ഉൾക്കൊള്ളും. അവിടെ മമ്മൂട്ടി ചെറുപ്പാപ്പ തന്നെ ഇഷ്കാലാക്കി തഖല്ലഖു ബി അഖ്ലാഖില്ലാ ഐ തസിഫു ബി സിഫാത്തിഹി, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ സ്വഭാവങ്ങൾ സിദ്ധിക്കണം എന്ന് പറയുമ്പോൾ അഖ്ലാഖില്ലാഹി എന്നത് ജംഉൻ മുളാഫുൻ ഇലൽ മഅരിഫത്തിയാണ്. മഅരിഫയിലേക്ക് അള്ളാഹ് എന്ന മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട ജംആയതുകൊണ്ട് അൽ ജമ്മുൽ മുളാഫു ഇലൽ മഅരിഫത്തി അല്ലെങ്കിൽ അൽ ജമ്മുൽ മുഅറഫു യുഫീദുൽ ഉമൂമ. അള്ളാഹുവിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഓരോ സ്വഭാവങ്ങളും നിങ്ങൾ സിദ്ധിക്കണം എന്ന് വരില്ലേ? അള്ളാഹുവിൻ്റെ എല്ലാ സ്വഭാവങ്ങളും മനുഷ്യന് സിദ്ധിക്കുക സാധ്യമല്ലല്ലോ പലതും. മുതകബ്ബിർ പോലുള്ള സ്വഭാവം മനുഷ്യന് വിലക്കപ്പെട്ടതുമാണ്. യഥാർത്ഥത്തിൽ ഞാനാകാൻ അധികാരം സൃഷ്ടാവായ അല്ലാഹു തആലാക്ക് മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് അനാനിയത്ത് മുതകബ്ബിറാവാൻ അല്ലാഹു തആല അല്ലാത്ത ഒരാൾക്കും അധികാരമില്ല.
അവകാശമില്ല, അനുവാദവുമില്ല. അപ്പോൾ പിന്നെ എന്തായിരിക്കണം അതിൻ്റെ അർത്ഥം? മമ്മൂട്ടിയർ പാപ്പ പറഞ്ഞു, അത് ആമുൻ മഖ്സൂസാണ്. ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സ്വഭാവങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതും വിലക്കിയിട്ടില്ലാത്തതുമായ സ്വഭാവങ്ങൾ, മിമ്മ യുംകിനുന വലം യൻഹന അൻഹു, മനുഷ്യർക്ക് സാധിക്കുന്നതും മനുഷ്യരെ അള്ളാഹു വിലക്കിയിട്ടില്ലാത്തതുമായ സ്വഭാവങ്ങൾ ഉൾക്കൊള്ളണം. ഇത് നമുക്ക് ഏകദേശം ആദ്യകാലത്ത് ശർഹു തഹ്ദീബിൻ്റെ തല ഓതുമ്പോഴും ഈ ചർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു തആലയെ ഉൾക്കൊണ്ട് ജീവിക്കലാണ് മനുഷ്യൻ്റെ ശരിയായ മനുഷ്യത്വമെന്ന് അന്ന് മുതൽ ഈ സംഭവം പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട് എന്നർത്ഥം. ജമ്മുൽ ജവാമി ഓതുമ്പോൾ ഇസ്മ് മുസമ്മയുടെ ഐനാണോ അല്ലേ എന്ന ചർച്ച, നമ്മളെ ഉസ്താദാണ് ഹിയാസുന്നി നമ്മളെ പഠിപ്പിച്ച, അന്ന് വളരെ സന്തോഷത്തോടുകൂടെ എങ്ങനെ പഠിപ്പിക്കരുതെന്ന് വെച്ചാൽ ആലിഫയൊക്കെ ഓതി തരുമ്പോൾ കണ്ണ് ചിമ്മിയിട്ടാണ് ഓതി തരല്. ബഹുമാനപ്പെട്ട റഷീദ് ഉസ്താദ്, ഖാലുസ്താദ് കണ്ണ് ചിമ്മിയിട്ട് എല്ലാ ഹാസ്യങ്ങളും ഷുറൂഹും മുത്താര ചെയ്ത് കാണാതെ പഠിച്ച് വെച്ചിട്ടുണ്ടാവും. ഓതുന്ന കാലത്ത് തന്നെ മാഷാ അല്ലാഹ് ഒക്കെ കാണാതെ പഠിച്ച് അന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആഴ്ചയിലൊരിക്കൽ കുളിക്കുള്ളൂ. എന്നാൽ കുളിക്കുമ്പോഴും അലക്കുമ്പോഴും അൽഫിൻ്റെ ബെയ്ത്താ ചെല്ല. എല്ലാ സമയവും ഓതിപ്പടിക്കുക ഒക്കെ കാണാതെ പഠിച്ച് അങ്ങനെ അൽഫിൻ്റെ ആവാസിയും ഷുറൂഹും ഒക്കെ മുത്താര ചെയ്ത് പിന്നെ കണ്ണ് ചിമ്മിയിട്ട് അങ്ങനെ ബഹ്സ്. കണ്ണ് ചിമ്മിയാൽ കൽബിൻ്റെ ഉള്ളിലുള്ള ഒന്നായിട്ട് ഇങ്ങനെ വരും. ശരിക്കും അങ്ങനെയാണ് ഇൽമിൻ്റെ ആളുകൾ പഠിക്കേണ്ടത്. നമ്മളൊക്കെ അതിൽ വളരെ വീഴ്ച വരുത്തിയവരാണ്. അപ്പോൾ ഇസ്മു മുസമ്മയുടെ ഐനാണോ അല്ലേ എന്ന ഒരു ചർച്ചയുണ്ട്. പലരും എന്താണ് ആ ചർച്ചയുടെ ആകത്തുക, എങ്ങനെയാണ് ഇസ്മു മുസമ്മയുടെ ഐനാവുക? മുസമ്മ എന്ന് പറഞ്ഞാൽ പേര് നിശ്ചയിക്കപ്പെട്ട സാധനമാണ്. ഇസ്മോ നാമമാണ്. നാമം എന്നത് ലഫ്ള് ജാതിയിൽപ്പെട്ടതാണ്. മുസമ്മ അത് പലപ്പോഴും മിക്ക മുസമ്മകളും ജൗഹറുകളായിരിക്കും, വ്യക്തികളായിരിക്കും, തടികളായിരിക്കും. അപ്പോൾ ഇസ്മാകുന്ന ലഫ്ള് എങ്ങനെ മുസമ്മയുടെ ഐനാകും? ഈ ചർച്ചയ്ക്ക് എന്താണ് അർത്ഥം? ഇതെങ്ങനെ ബുദ്ധിജീവികൾ പറയാ? വല്ലാതെ സംശയമാകാറുള്ളതാണ്. അത് ബൈലാവൊക്കെ ഷെയ്ഖുനാൻ്റെ അടുത്ത് നിന്ന് ഓതിയെങ്കിലേ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ജമ്മുൽ ജവാമിയിൽ അവിടെ വന്നപ്പോൾ ഷെയ്ഖുന പറഞ്ഞു, ഷാരിഹുൽ മുഹഖിഖാണ് ഹഖീഖത്തുൽ ഹാല് അറിഞ്ഞയാൾ. ഇത് ഷെയ്ഖുനാക്ക് പറയണമെങ്കിൽ അല്ലാഹു തആലയെ ഉൾക്കൊള്ളാൻ കഴിയണം. അഥവാ ഷാരിഹുൽ മുഹഖിഖ് ആ ഇമാം അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളിൽ നിന്ന് റിവായ ചെയ്യപ്പെട്ട ഇസ്മു മുസമ്മയുടെ ഐനാണ് എന്ന ഇസ്മു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്മുൽ ജലാല, അല്ലാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മ്. അല്ലാഹു തആലയുടെ 99 അതിലപ്പുറവും അസ്മാഇൻ്റെ കൂട്ടത്തിൽ ഇസ്മുൽ ജലാലക്ക് ഉള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇസ്മുൽ ജലാല മുർത്തജിലായ അലമാണ്. ഇമാം ഷാഫിഈ തങ്ങളും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അല്ലാഹ് എന്ന ഇസ്മ് മുർത്തജിലായ അലമാണ്. ഞങ്ങൾക്ക് ഷെയ്ഖുന ശർഹു തഹ്ദീബ് ഓതിത്തരുമ്പോൾ അൽഹംദുലില്ലാഹി എന്നതിൻ്റെ ശർഹിൽ അൽഹംദു മുത്ലഖൻ മുൻഹസിറുൻ ഫീ ഹഖ്ഖി മൻ ഹുവ മുസ്തജ്മിഉൻ ലിജമീഇ സിഫാത്തിൽ കമാലി
മിൻ ഹൈസു ഹുവ കദാലിക് അത് വിശദീകരിച്ചപ്പോൾ അൽഹംദു മുത്ലഖൻ ഹംദിൽ നിന്ന് ഒന്നും ഒഴിവാക്കാനില്ല. എല്ലാ സ്തുതിയും, ഏത് സ്തുതിയും നിരുപാധികം. രണ്ടും പറഞ്ഞ എന്തിനാന്നൊക്കെ മനസ്സിലാവും. ഷെയ്ഖുനയിൽ നിന്നെല്ലാം മനസ്സിലാവും. ഷെയ്ഖുനായുടെ ശൈലി, ഷെയ്ഖുനായുടെ ദർസ് കേട്ടാൽ തിരിയാത്ത ഒരാളും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഖുവ്വത്ത് അല്ലാഹു തആല തഫ്ഹീമിൻ്റെ കാര്യത്തിലും ഷെയ്ഖുനാക്ക് നൽകിയിട്ടുണ്ട്. ഹംദിൽ നിന്ന് ഒന്നും ഒഴിവാകാനില്ല. സർവ ഹംദും നിരുപാധികം, മുൻഹസിറുൻ അത് നിക്ഷിപ്തമാണ്, ഫീ ഹഖ്ഖി മൻ ഒരു അല്ലാഹു തആലയുടെ ദാത്തിൽ നിക്ഷിപ്തമാണ്. എങ്ങനെയുള്ള അല്ലാഹു? ഹുവ മുസ്തജിമിഉൻ ആ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിയവനാണ്, ദാത്തിയായി ഒരുമിച്ച് കൂട്ടിയവനാണ്. അതോ അസലൻ വ അബദൻ ഒരുമിച്ച് കൂട്ടിയവനാണ്, സ്വമേധയാ ഒരുമിച്ച് കൂട്ടിയവനാണ്. ആരിനെയും ആശ്രയിക്കാതെ പുതിയതല്ലാതെ അനാദ്യമായി ഒരുമിച്ച് കൂട്ടിയവനാണ് എന്ന് നിരുപാധികം പറയാൻ പറ്റുന്ന അല്ലാഹു തആല. എന്തിനെ ഒരുമിച്ച് കൂട്ടിയവൻ? ലിസിഫാത്തിൽ കമാൽ സമ്പൂർണതയുടെ സർവഗുണങ്ങളും, സമ്പൂർണതകളാകുന്ന സർവഗുണങ്ങളെയും ബിദ്ദാത്ത് സ്വമേധയാ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളവനായ അല്ലാഹുവിൽ നിക്ഷിപ്തമാണ് മുഴുവ സ്തുതിയും. മിൻ ഹൈസു ഹുവ കദാലിക് എന്തുകൊണ്ട്? അതിന് വേറെ കാരണമൊന്നും പറയാനില്ല. അല്ലാഹു തആല എല്ലാ സിഫാത്തുൽ കമാലിനെയും മുഴുവ സമ്പൂർണതകളെയും ഉൾക്കൊണ്ടവനാണ് എന്നതിനാൽ തന്നെ എല്ലാ ഹംദിൻ്റെയും അവകാശം അല്ലാഹു തആലാക്ക് മാത്രമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് ശർഹു തഹ്ദീബിൽ പറഞ്ഞപ്പോഴും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മുസ്തജ്മിഉൽ ലിജമീ സിഫാത്തിൽ കമാൽ എന്ന് വരുന്നത്? അൽഹംദുലില്ലാഹ്. അൽഹംദു എന്നതിൻ്റെ ശേഷം ലില്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹ് എന്ന ഈ ഇസ്മുൽ ജലാല പറയുന്നതോടെ ഇസ്മുൽ ജലാലയിലൂടെ നേരെ മനസ്സിലാകുന്നത് ആ പരിശുദ്ധമായ ദാത്ത് അല്ലാഹു തആലയുടെ ദാത്താണ്. അതേസമയം അല്ലാഹു തആലയുടെ മറ്റ് ഏത് ഇസ്മുകൾ അർ റഹ്മാൻ എന്ന ഇസ്മ് മനസ്സിലാക്കപ്പെടുമ്പോൾ റഹ്മത്ത് എന്ന പ്രത്യേക സിഫത്തിൻ്റെ ഭാഗത്തിലൂടെ അല്ലാഹുവിൻ്റെ ദാത്തിനെ ഓർമ്മ വരുന്നതിനാൽ ആ എല്ലാ റഹ്മത്തിൻ്റെയും ഉടമയും ദാതാവുമായ അല്ലാഹു തആല എന്നൊരു പ്രത്യേക ഗുണത്തെ അത് പ്രത്യേകമായി അറിയിക്കുന്നതിനാൽ വേറെ ഗുണങ്ങളിലേക്ക് ചിലപ്പോൾ മനസ്സ് പോകൂല്ല. അതേസമയം അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല ആ പരിശുദ്ധ ദാത്തിനായി മാത്രം നിശ്ചയിക്കപ്പെട്ടതാകയാൽ അല്ലാഹ് എന്ന ഇസ്മ് കേൾക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രപഞ്ചനാഥനായ സൃഷ്ടാവായ അല്ലാഹു തആലയാകുന്ന ദാത്തിനെ മാത്രം മനസ്സിലാകുന്നതിനാൽ ഈ ദാത്തിനാണെങ്കിലോ എല്ലാ ഗുണങ്ങളും ലാസിമാണ്. അല്ലാഹു തആലയാണോ എങ്കിൽ സർവ ജമാലുകളും കമാലുകളും ജലാലുകളും എല്ലാം അല്ലാഹുവിന് ലാസിമാണ്. വേറെ ഒരു പ്രത്യേകമായ ഗുണത്തെ സൂചിപ്പിക്കാതെ ആ പരിശുദ്ധ ദാത്തിനെ മാത്രം ഇസ്മുൽ ജലാല സൂചിപ്പിക്കുന്നത് കൊണ്ട് ആ പരിശുദ്ധ ദാത്തിനാകട്ടെ എല്ലാ ഗുണങ്ങളും ലാസിമായതിനാൽ, സർവസൽ ഗുണങ്ങളും ലാസിമായതിനാൽ ഈ ദാത്ത് മൽസൂമും സർവ പരിശുദ്ധ ഗുണങ്ങളും ലാസിമുമായപ്പോൾ ഇസ്മുൽ ജലാല നേർക്ക് നേരെ ഒരു പ്രത്യേക ഗുണങ്ങളെ സൂചിപ്പിക്കാതെ, പ്രത്യേക ഗുണങ്ങളെ ബേസ് ചെയ്യാതെ പരിശുദ്ധ ദാത്തിന് മാത്രം നിശ്ചയിക്കപ്പെട്ടതാകയാൽ ആ ദാത്തിന് സർവസൽ ഗുണങ്ങളും ലാസിമായപ്പോൾ മിൻ ഫീ ഹഖ്ഖി മൻ ഹുവ മുസ്തജ്മിഉൻ ലിജമീഇ സിഫാത്തിൽ കമാൽ എല്ലാ സമ്പൂർണ്ണ ഗുണങ്ങളെയും ഒരുമിച്ച് കൂട്ടിയവനും ഉൾക്കൊണ്ടവനുമായ അല്ലാഹു തആലയുടെ ഹഖ്ഖിൽ നിക്ഷിപ്തമാണ് എന്ന അർത്ഥം കിട്ടി. ഇത് ശൈഖുനയിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ്. മുത്തറഖൻ എന്നെങ്ങനെ, മുൻഹസിറുൻ എന്നെങ്ങനെ കിട്ടി ഒക്കെ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാവരും ഉള്ള മജ്ലിസായതുകൊണ്ട്
പറയുമ്പോൾ അത്ര പ്രായോഗികതയില്ല എന്നുള്ളത് കൊണ്ട് പറയുന്നില്ല. ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുൽ ജലാലയെയും അള്ളാഹു തആലയെയും ശൈഖുന നന്നായി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ആ വിവരണത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടാൻ മാത്രം അന്ന് വിവരിച്ചിട്ടുണ്ട്. ജമ്മുൽ ജവാമിയിൽ നിന്ന് ഇസ്മു മുസമ്മയുടെ ഐനാണ് എന്ന് സ്ഥാപിക്കുമ്പോഴും ആ ഇസ്മുൽ ജലാല അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദാത്തിന് ഒരു പ്രത്യേക ഗുണങ്ങളെ അറിയിക്കാതെ മറിച്ച് സർവ്വസൽ ഗുണങ്ങളെയും ഉൾക്കൊണ്ട ദാത്തിന് നിശ്ചയിച്ചപ്പോൾ മുസമ്മയുടെ ഐനാണ് ഇസ്മ എന്ന് പറഞ്ഞാൽ ഇസ്മുൽ ജലാലയുടെ മതിലൂര് അള്ളാഹുവിൻ്റെ ദാത്ത് മാത്രമാണ്. പ്രത്യേക ഗുണങ്ങളെ ബേസ് ചെയ്ത് അറിയിക്കുന്നതല്ല ഇസ്മുൽ ജലാല, മറ്റ് ഗുണങ്ങളെപ്പോലെയല്ല. ഇതാണ് ഇമാം അശ്അരി തങ്ങളെപ്പോലുള്ള മഹാരഥന്മാർ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് ശരിയായി തിരിഞ്ഞത് ശാരിഫുൽ മുഹഖിഖ് ഇമാം മഹല്ലി തങ്ങൾക്കാണെന്നാണ് ശൈഖുന പറഞ്ഞത്. യഥാർത്ഥ ഹഖീഖത്തുൽ ഹാൽ അറിഞ്ഞത് ശാരിഫുൽ മുഹഖിഖിനാണ്. ശാരിഫുൽ മുഹഖിഖിനെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ തസവൂഫ് എന്താണെന്ന് തിരിയാത്ത വല്ലാത്തൊരു പ്രശ്നം ഇന്നുണ്ട്. തസവൂഫ് അല്ലാഹു തആലയെ തിരിയേണ്ട പോലെ തിരിയലാണ്. തസവൂഫ് ശൈഖുന ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. തസവൂഫ് ഇൽമിയും അമലിയും രണ്ടുമുണ്ട്. ശൈഖുനയിൽ തസവൂഫ് ഇൽമിയുമുണ്ട്, തസവൂഫ് അമലിയുമുണ്ട്. തസവൂഫ് അമലിയാണ് ത്വരീഖത്ത് എന്നത്. ത്വരീഖത്തുൻ അഖ്ദുൻ ബി അഹ്വത കൽവറ വഅസീമത്തിൻ കരിയാളത്തിൻ മുതബത്തില എന്ന് ശൈഖുനായുടെ അജ്ദാദിൽപ്പെട്ട വലിയ മഖ്ദൂം തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞല്ലോ. ശൈഖുന തസവൂഫ് ഇന്ന ത്വരീഖത്തുൻ അഖ്ദുൻ ബി അഹ്വത, ഏറ്റവും ദുഷ്കരമായത് ഏറ്റവും സൂക്ഷ്മതയുള്ളത് പിടിച്ച് ജീവിക്കലാണ് തസവൂഫ്. കൽവറ, വറ എങ്ങനെയാണോ അതുപോലെ തന്നെ ഏറ്റവും സൂക്ഷ്മതയുള്ളത് പിടിച്ച് ജീവിക്കലാണ് തസവൂഫ്. വഅസീസമത്തിൻ, ദൃഢമായ തീരുമാനമെടുത്ത് ആ തീരുമാനത്തിനോട് മനസ്സിനെയും ശരീരത്തെയും ഒപ്പിച്ച് കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കലുമാണ്. കരിയാളത്തിൻ, ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ ദീനിലായി പരിശീലിപ്പിച്ച് ആ പരിശീലനത്തോടുകൂടെയുള്ള ജീവിതമാണ് തസവൂഫ്. മറ്റുള്ള എല്ലാറ്റിൽ നിന്നും മുറിഞ്ഞുകൂടി വേണ്ട പോലെ ഈ പരിശീലനം നഫ്സിന് കൊടുക്കണം, ഖൽബിന് കൊടുക്കണം, ആത്മാവിന് കൊടുക്കണം, ശരീര അവയവങ്ങൾക്ക് കൊടുക്കണം. ശൈഖുന അവസാന കാലത്ത് ഹോസ്പിറ്റലിലായപ്പോൾ ആ സമയത്ത് ശക്തമായ ശ്വാസം മുട്ടുന്ന സമയമാണ്. അപ്പോൾ ഈ ഹൗസുനയിൽ ഉസ്താദന്മാരുണ്ട്, ശൈഖുനായുടെ അടുത്ത് ഹോസ്പിറ്റലിലുണ്ട്. എന്നാൽ ആ സമയത്തും ശൈഖുനൊന്ന് ഇളകിയാൽ ശ്വാസം മുട്ടിയിട്ട് വല്ലാതെ പ്രയാസപ്പെടും. പക്ഷെ ശൈഖുന അതിനൊന്നും കരയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ദർസ് മുടങ്ങിയപ്പോൾ മാത്രമേ കരയുന്നത് കണ്ടിട്ടുള്ളൂ. എത്ര പ്രയാസം ഉണ്ടായാലും ശൈഖുനായുടെ മുഖത്ത് പ്രയാസം അറിയപ്പെടൂല. അതേസമയം നമ്മളും കൂടുള്ളവരൊക്കെ ശൈഖുനായുടെ ആ പ്രയാസം കണ്ട് കരഞ്ഞിട്ട് ശൈഖുനായുടെ മുഖത്ത് അപ്പോഴും തബസ്സുമ്, പുഞ്ചിരി മാത്രമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. ആ സമയത്ത് ഒന്ന് ഇളകിയാൽ ശൈഖുനാക്ക് ശ്വാസതടസ്സം വരും. അങ്ങനെ ലോറ് നിസ്കരിച്ച് അസറാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മഞ്ഞപ്പറ്റ ഉസ്താദ് ശൈഖുനായുടെ ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. അല്ലാഹു തആല നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി ആഫിയത്തുള്ള തൂറുൽ ഉംർ ഇൽമിൻ്റെ ഖിദ്മത്തിലായി അല്ലാഹു തആല നൽകി കൊടുക്കട്ടെ. ഇത്രയും ഡയാലിസിസ് ആയിട്ടും ദർസ് മുടങ്ങാതെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ഖുവത്തും ആഫിയത്തും വർദ്ധിപ്പിച്ച് ഇൽമിൻ്റെ നഫ്അ് അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. അന്ന് ലോറ് നിസ്കരിച്ചിട്ട് അസറാകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. അതെന്താ? അസറായ വക്തായ ഉടനെ അസർ നിസ്കരിക്കാൻ വേണ്ടി ലോറിൻ്റെ വുളൂവ് മുറിയാതെ. മുറിഞ്ഞാലെന്താ? തജ്ദീദുൽ വുളൂവ് സുന്നത്തല്ലേ, മുറിഞ്ഞില്ലെങ്കിലും സുന്നത്താണ്. പക്ഷേ സഹിക്കാൻ കഴിയാത്ത ശ്വാസതടസ്സം ഒന്ന് ഇളകിയാൽ വരും. ഓതെടുക്കുമ്പോൾ ഇളകേണ്ടി വരും.
അങ്ങനെ അസറാകാൻ സമയത്ത് അമീൻ ഉസ്താദൊക്കെ ഉണ്ട് അന്ന് ഹോസ്പിറ്റലിൽ, വലിയ ഉസ്താദും ഉണ്ട്. അസറാവാൻ സമയത്ത് ഒരു സിസ്റ്റർ വന്നു കണ്ട് നമ്മളിപ്പുറത്ത് നിന്ന് കണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഷെയ്ഖുനാൻ്റെ ജിഹത്തിലല്ല നമ്മൾ. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്ത് ഡോറിങ്ങനെ തുറന്നിട്ടൊക്കെ അല്ലേ സിസ്റ്റർ വന്നു കണ്ട് ഉപ്പ ഒരു സൂചി വെക്കാണ്ടെന്ന് പറഞ്ഞ് കയ്യ പിടിച്ച്. അപ്പോൾ ഷെയ്ഖുന പറഞ്ഞു അള്ളാഹിൻ്റെ ഒതു മുറിഞ്ഞല്ലോ എന്ന്. നമ്മളത് കൊളർത്തിയില്ല. കൊളർത്തെങ്കിലാണെങ്കിൽ എന്ത് പറഞ്ഞാൽ മതിയായിരുന്നു? ഗ്ലൗസ് ഇടണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അള്ളാഹിൻ്റെ ഒതു മുറിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഓള് സൂചിച്ച് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അസറായി. അസറായ ഉടനെ ഷെയ്ഖുനാക്ക് പിന്നെ ഒതു എടുക്കണം. ഒതു എടുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഒതു എടുക്കാൻ വേണ്ടി എണീറ്റാൽ ശക്തമായ ശ്വാസം മുട്ടുണ്ടാവും, സഹിക്കാൻ കഴിയൂല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് റയീസുലുലമ പറഞ്ഞു, നമ്മൾ മൽമൂസല്ലേ, ഓൾ ഇങ്ങോട്ട് വന്ന് തൊട്ടതല്ലേ, നമ്മൾ കൊളർത്തിട്ടില്ലല്ലോ. മൽമൂസിൻ്റെ ഉളു മുറിയൂല എന്നുള്ളതല്ലേ അദ്ഹറിൻ്റെ മുക്കാബിൽ. ഷാഫിയുള്ള അദ്ഹറിൻ്റെ മുക്കാബൽ ഏതാണ്? മൽമൂസിൻ്റെ ഉളു മുറിയൂല എന്നല്ലേ. അദ്ഹറിൻ്റെ മുക്കാബലാകുമ്പോൾ ഖുവ്വത്തുണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയാം. അദ്ഹറും അതിൻ്റെ ഓപ്പോസിറ്റും രണ്ടും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കണ്ടെത്തിയ ദലീലുകളിൽ നിന്ന് കണ്ടെത്തിയ നിയമമാണ്. അതിൽ ഏറ്റവും ബലപ്പെട്ടതാണ് അദ്ഹർ എന്ന് പറയുന്നത്. രണ്ടാം കൗലാണ് അദ്ഹറിൻ്റെ ഓപ്പോസിറ്റ് മുക്കാബൽ എന്ന് പറയുന്നത്. അദ്ഹർ എന്ന് പറഞ്ഞാൽ ബലം കൂടിയത്. അപ്പോൾ ബലം ഒരു അത്യാവശ്യ ബലം, അടിസ്ഥാന ബലം ഏതിനുമുണ്ട്, അതിൻ്റെ എതിർ കൗലിനുമുണ്ട്. അപ്പോഴാണ് അദ്ഹറിൻ്റെ മുക്കാബൽ. അദ്ഹർ ഏറ്റവും വ്യക്തത കൂടിയത് എന്നാണ്. ആ വ്യക്തത കൂടിയതാകുമ്പോൾ അടിസ്ഥാന വ്യക്തത ഏതിനുമുണ്ട്, അതിൻ്റെ എതിരഭിപ്രായത്തിനുമുണ്ട്. അടിസ്ഥാന വ്യക്തത ഉണ്ടായതുകൊണ്ട് അത് ശരിക്ക് അമൽ ചെയ്യാൻ പറ്റും എന്നതാണ് മസ്അല. ഈ മസ്അല ശൈഖുന തന്നെ പഠിപ്പിച്ചു തന്നതുമാണ്. ഞങ്ങൾ മഹല്ലി ഓതുമ്പോൾ ശൈഖുന പഠിപ്പിച്ചതെന്നാണ് അമലിന് പറ്റുന്നത്. പക്ഷേ വല്യുസ്താദ് റയീസുലുലമ പറഞ്ഞു, അദ്ഹറിൻ്റെ മുക്കാബലുണ്ടല്ലേ, നമ്മളിപ്പോൾ മൽമൂസല്ലേ. മൽമൂസ് പറഞ്ഞാൽ ഇങ്ങോട്ട് തൊടപ്പെട്ടയാൾ. ആ സ്ത്രീ വന്നുകാണ്ട് നൈസ് വന്നുകാണ്ട് ഇങ്ങോട്ട് സ്പർശിച്ചതാണല്ലോ. അപ്പോൾ തൊട്ടവള് ലാമിസായി, ലാമിസത്തായി. തൊടപ്പെട്ട ശൈഖുന മൽമൂസായി. മൽമൂസിൻ്റെ വുളു മുറിയൂല്ല എന്നാണ് ഷാഫി ഇമാമിൻ്റെ തന്നെ രണ്ടാം കൗല്. ഇപ്പം നമുക്ക് ഈ കുടുങ്ങിയ നേരത്തെ പിടിച്ചാൽ പോരെന്ന് വെച്ചപ്പോൾ ശൈഖുനപ്പം പറഞ്ഞ വാക്കെന്താ? അദ്ഹറല്ലല്ലോ. അദ്ഹറല്ലല്ലോ, മുക്കാബലല്ലേ. ആ സങ്കീർണ ഘട്ടത്തിൽ, അത്രയും പ്രയാസകരമായ ഘട്ടത്തിൽ ഈ അദ്ഹറിൻ്റെ മുക്കാബലായ രണ്ടാം കൗല് കൊണ്ട് വരെ അമല് ചെയ്യാൻ തയ്യാറാകാതെ സൂക്ഷ്മത പാലിച്ച വലിയ ഒരു മഹാനാണ്, വലിയാണ് ശൈഖുന. അപ്പം നിർബന്ധം ഒതു എടുക്കണം. ഒതു എടുക്കണമെങ്കിൽ പിടിച്ചുകൊണ്ടുപോയി അപ്പുറത്ത് ഇരുത്തിയാണ്ട് കഴുകി കൊടുക്കണം. ഞങ്ങൾ പിടിച്ചുകൊണ്ടുപോയി നിർബന്ധത്തിന് കൊണ്ടുപോയി ഇരുത്തി, സ്റ്റൂളുമ്മേ ഇരുത്തി. അവിടെ നീച്ച് ഇരുന്നപ്പോഴത്തിനെന്ത് ചെയ്ത് ഭയങ്കര ശ്വാസം മുട്ട്. അങ്ങനെ കുറച്ച് ശാന്തമായതിൻ്റെ ശേഷമാണ് വെള്ളമൊഴിച്ച് കഴുകി കൊടുത്തത്. അത് കഴിഞ്ഞ് തിരിച്ച് നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇരുത്തണം. അങ്ങോട്ട് ഇരുത്തിയപ്പോൾ അതിനേക്കാൾ വലിയ ശ്വാസം മുട്ട്. ഇതുണ്ടാകുമെന്ന് ആർക്കറിയാം? ശൈഖുനാക്ക് അറിയാം. എന്നിട്ട് പോലും ആ അദ്ഹറിൻ്റെ എതിരഭിപ്രായം കൊണ്ടുവരെ, രണ്ടാം കൗല് കൊണ്ടുവരെ അമല് ചെയ്യാൻ തയ്യാറാകാത്ത സൂക്ഷ്മത പാലിച്ചു. ത്വരീഖത്തുൻ അഖ്ദുൻ ബി അഹ്വത, ഏറ്റവും സൂക്ഷ്മതയുള്ളത് പിടിക്കുക. എന്നിട്ട് ദീനിൻ്റെ നിയമങ്ങളെ നിസാരവൽക്കരിച്ച് അല്ലാഹു തആലയെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കളിയാക്കി പരിഹസിച്ച്, നിയമങ്ങളെ നിന്ദിച്ച് നിസാരപ്പെടുത്തി, സ്നേഹം മാത്രമാണ് തസവുഫ് എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന കാലം ഒരാളും ആ വഞ്ചനയിൽ പെടുമെന്ന് നമുക്ക് തോന്നുന്നില്ല. പൈശാചികതയുള്ള ആരെങ്കിലുമൊക്കെ പെട്ടെങ്കിലല്ലാതെ ജനങ്ങൾ ഉത്ബുദ്ധരാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള സൂക്ഷ്മത, ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും സൂക്ഷ്മത പാലിച്ചവരാണ് ശൈഖുന.
വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, ചിരികളിൽ, പ്രതികരണങ്ങളിൽ എല്ലാം സൂക്ഷ്മത പാലിച്ചവരാണ് ശൈഖുന. ശരിക്ക് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി എന്ന് പറഞ്ഞ സഹീഹുൽ ബുഖാരിയുടെ ഹദീസ് അന്വർത്ഥമാക്കുന്ന ജീവിതം ശൈഖുനയിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ ഇസ്ലാം ശരിയായി മെച്ചപ്പെട്ടു, നന്നായി എന്ന് വരണമെങ്കിൽ തർക്കുഹു മാ ലാ യഅനീഹി, ആവശ്യമില്ലാത്തത് മുഴുവൻ ഒഴിവാക്കണം. ആവശ്യമില്ലാത്ത വാക്കുകൾ, ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ, ആവശ്യമില്ലാത്ത ചിന്താഗതികൾ, ആവശ്യമില്ലാത്ത ഇടപെടലുകൾ, ഇതെല്ലാം ശൈഖുന വർജിച്ചത് നാം കണ്ടനുഭവിച്ചതാണ്. ശൈഖുന പലപ്പോഴും സംസാരിക്കേണ്ട ആവശ്യമില്ലാത്തിടത്ത് ചിരി കൊണ്ട് മാത്രം മതിയാക്കിയ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. ചില ചോദ്യത്തിന് അല്ലെങ്കിൽ ചില സംസാരത്തിന് മറുപടിയായി ചിരി മാത്രം മതിയാകും. ഒന്ന് പുഞ്ചിരിച്ച അതിൻ്റെ മറുപടി മനസ്സിലാകും ശൈഖുനായുടെ അടുത്തുള്ളവർക്ക്. ആ സാഹചര്യത്തിൽ അതിന് വായ തുറക്കൂല. ഭക്ഷണം കഴിക്കാത്തവർ മുഴുവൻ ഭക്ഷണം കഴിക്കണം. അതും ശൈഖുനാക്ക് ഇഷ്ടമുള്ളത് തന്നെയാണ്. ഭക്ഷണം കൊടുക്കൽ ശൈഖുനാക്ക് ഇഷ്ടമുള്ളതാണ്. നേരത്തെ ശൈഖുനാനെ പരിചയമുള്ളവർക്ക് അറിയും. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാത്ത എല്ലാവരും ശൈഖുനാൻ്റെ പേരിലുള്ള ഭക്ഷണം കഴിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ വളരെ താല്പര്യത്തോടുകൂടെ അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് ഭക്ഷണത്തിനാവശ്യമായത് ചെയ്തവരുണ്ട്. അല്ലാഹു തആല പൂർണ്ണമായി ഖബൂൽ ചെയ്ത് അവരുടെയും നമ്മുടെയും ഈമാൻ സലാമത്താക്കി രണ്ട് ലോകത്തും പൂർണ്ണമായ വിജയം നൽകി തരട്ടെ. അപ്പോൾ ശൈഖുന ചിരി കൊണ്ട് മതിയാക്കിയാൽ മതിയായ സ്ഥലത്ത് ചിരി കൊണ്ട് മാത്രം പറഞ്ഞ് നാവ് അനക്കാത്ത സാഹചര്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നോട്ടം കൊണ്ട് മതിയാക്കിയാൽ മറുപടിയാകുമെങ്കിൽ അവിടെ ശൈഖുന നോട്ടം കൊണ്ട് മതിയാക്കിയ അനുഭവം നമുക്കുണ്ട്, ഒരുപാടുണ്ട്. നോക്കിയിട്ട് നോട്ടം കൊണ്ട് തർബിയത്ത് ചെയ്ത അനുഭവം വരെ വേണമെങ്കിൽ ഉണ്ട് എന്ന് പറയാം. ശൈഖുനാക്ക് മനസ്സിൻ്റെ ഉള്ളിൽ അറിയാനുള്ള ഒരു കഴിവ് ശൈഖുനാക്ക് ഉണ്ടായിരുന്നു. മുഖം നോക്കിയാൽ ആളെ മനസ്സിലാക്കാനുള്ള കഴിവ് ശൈഖുനാക്ക് ഉണ്ടായിരുന്നു. ഇൽമുൽ ഫിറാസ ഉണ്ടായിരുന്നു. നമുക്കൊരുപാട് അനുഭവമുണ്ട്. അനുഭവങ്ങൾ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഈ വിധത്തിൽ ശരീരത്തിനെ നിയന്ത്രിച്ചു, ചെറുപ്പം മുതലേ നിയന്ത്രിച്ചു. നമുക്കൊന്നും പറയാൻ അവകാശമില്ല. പിന്നെ പറയപ്പെടുന്ന മഹാൻ വലിയ മഹാനായതുകൊണ്ട് നമ്മൾ പറയുന്നത് കൊണ്ടുള്ള ഉപകാരം നമ്മൾ നേരാവുക എന്നുള്ളതാണ്. ശൈഖുനാക്ക് വലിയ ദറജ എന്തായാലും അല്ലാഹു തആല ശൈഖുന വഫാത്തായ എന്നുള്ളതിനേക്കാൾ വലിയ ഒരുപാട് ലക്ഷക്കണക്കിന് ദറജ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് പറയേണ്ടതില്ല. നാം അറിഞ്ഞത് തന്നെ ഈ വർഷം ശൈഖുനായുടെ ഉറൂസിനോടനുബന്ധിച്ച് 5000-ൽ പരം ഖത്മുകൾ ഓതിയ വിവരം നമ്മൾ തന്നെ അറിഞ്ഞിട്ടുണ്ട്. അറിയാത്തതും ഉണ്ടാകാം. ഒരു സഹോദരൻ തന്നെ എത്രയായി ഈ വർഷം 50-ൽ പരം ഖത്മ് ഒരു സഹോദരൻ തന്നെ ഓതി. അപ്പം അടുത്ത ദിവസങ്ങളെ കൊണ്ട് വിയാഹുസനിൽ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമിൻ്റെ വീട്ടിൽ നിന്ന് 5 ഖത്മ് ഓതി തീർത്തു. ഓരോ മുത്തഅല്ലിമീങ്ങൾ ഓതി തീർത്തു. എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും ഓതി തീർത്തു. അല്ലാഹു തആല ഇങ്ങനെ ഒരു മനസ്സ് എല്ലാവർക്കും അല്ലാഹു തആല നൽകുന്നു. 5000-ൽ പരം ഖത്മ് ഈ ആണ്ടിനോടനുബന്ധിച്ച് ഓതി എന്ന് വരുമ്പോൾ ഇത് വേറെ ആർക്കാ കിട്ടുക? ആരും ഓതിയില്ലെങ്കിൽ പോലും ശൈഖുന പഠിപ്പിച്ച ഇൽമനുസരിച്ച് ലോകം മുഴുക്കെ അമലും ജീവിതവും ഇബാദത്തും തഅല്ലുമും തഅലീമും നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും നടക്കുമ്പോൾ ഇതിൻ്റെ മുഴുവൻ കാരണക്കാരൻ എന്ന നിലക്ക്, അടിസ്ഥാന കാരണക്കാരൻ എന്ന നിലക്ക് ശൈഖുനായിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതുപോലുള്ളൊരു ദറജ കിട്ടിയ ഒരു സമീപകാലത്തുള്ള ഒരു മഹാനെ വേണമെങ്കിൽ കാണിച്ചു തരാൻ പറ്റാത്ത വിധം ഏത് സ്ഥാപനങ്ങളിൽ നിന്നും ഇൽമിൻ്റെ കിതാബിൻ്റെ ഒരു ഹർഫ് വായിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം ശൈഖുനായിലേക്ക് പോകുന്നു, അവരുടേത് കുറയാതെ. ഇങ്ങനെ അല്ലാഹു തആല ബഹുമാനിച്ച വലിയ മഹാൻ. അതുകൊണ്ടാണ് വമൻ യൂത്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ഇത്ര വലിയ ഖൈർ നൽകിയവൻ ആരുണ്ട് സമീപകാലത്ത് എന്ന് നമുക്ക് ചോദിച്ചാൽ പറയാനുള്ളത് ശൈഖുനയുണ്ട് എന്നേ പറയാൻ സാധിക്കൂ എന്നത് എല്ലാവർക്കും അനുഭവം കൊണ്ട് ബോധ്യമുള്ളതായതുകൊണ്ട് അത് വിശദീകരിക്കേണ്ടതില്ല. മഹാനായ ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് കാണാം. മഹാന്മാരുടെ സംഭവങ്ങൾ
സംഭവങ്ങൾ പറയണം, ഓർക്കണം, പഠിക്കണം. എന്നാൽ എന്താ ഉപകാരം? മൻ നളറ ഫീ സിയരി സലഫി അലിമ തഖ്സീറഹു വതഖല്ലുഫഹു അൻ ദർക്കി ദറജാതിർ റിജാൽ. മഹാരഥന്മാരായ പൂർവസൂരികളായ മഹാരഥന്മാരുടെ ചരിത്രങ്ങളിൽ പഠനം നടത്തണം. അത് പഠിക്കണം, പറയണം, പ്രചരിപ്പിക്കണം, സ്വന്തമായി ചിന്തിക്കണം, ഉൾക്കൊള്ളണം. എന്നാൽ അവനാണ് നേട്ടം. എന്താണ് നേട്ടം? അരിമ തഖ്സീറഹു, അവൻ്റെ കുറവും പോരായ്മയും അവന് അറിയാൻ സാധിക്കും. വതഖല്ലുഫഹു അൻ ദർക്കി ദറജാതിൽ റിജാൽ, ശരിയായ ആൺകുട്ടികളായി ജീവിച്ച മഹാരഥന്മാർ. ആണത്വം എന്നത് അതാണ്. ഇലാഹിലേക്കുള്ള മുന്നേറ്റമാണ് ആണത്വം എന്നത്. അള്ളാഹുവിനെ വേണ്ട പോലെ ഉൾക്കൊള്ളാൻ സാധിക്കലാണ് ശരിക്ക് പുരുഷത്വം എന്നത്. ഈ ശരിയായ ആൺകുട്ടികളുടെ സ്ഥാനങ്ങൾ, ബഹുമതികൾ, പദവികൾ എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന തിരിച്ചറിവും അതിലൂടെ അതിനുള്ള കഴിവുണ്ടാക്കലുമാണ്. ഒരുപാട് മഹാന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. മാനുസബ്ബിതു ബിഹി ഫുആദക എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ അമ്പിയാക്കന്മാരുടെ സംഭവങ്ങൾ മാത്രമല്ല, ഏത് അഖ്യാറിൻ്റെ അഖ്ബാർ പറയുമ്പോഴും മഹാരഥന്മാരുടെ ചരിത്രങ്ങളും സംഭവങ്ങളും പറയുമ്പോഴും ഖൽബിന് വലിയ ഉത്തേജനങ്ങളും പുരോഗതികളും ഉണ്ടാകുമെന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു റജബിൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ തഫ്സീറിൽ അത് വിശദീകരിച്ചത് കാണാം, ഒരുപാട് കാണാം. ഇമാം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു നമുക്ക് തസവ്വുഫിലെ ശൈഖാണല്ലോ, ശൈഖുന അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവാണ് തസവ്വുഫിലെ ഇമാം. നമുക്ക് ഫിഖ്ഹിലെ ഇമാമാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. തസവ്വുഫിലെ ഇമാമല്ല എന്നല്ല, ഷാഫി ഇമാം തസവ്വുഫിൻ്റെ അഖ്സയെ എത്തിച്ച ഏറ്റവും വലിയ ഉന്നതിയെ കീഴടക്കിയിട്ടുള്ള മഹാനരാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാമിനെ വായിച്ചാൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ഷാഫി ഇമാമിൻ്റെ ബോധം. ഷാഫി ഇമാമിൻ്റെ മദ്ഹബിൻ്റെ ശരിയായ അംഗീകരിക്കുന്ന മുഖല്ലിദുകളായാൽ തന്നെ അവന് തസവ്വുഫ് ഉണ്ടാകും, സ്വാഭാവികമാണ്. അതാണ് ഷാഫി ഇമാമിൻ്റെ ജീവിതവും അവിടുത്തെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും. അഖീദയിൽ നമ്മുടെ ഇമാമാണല്ലോ അശ്ശരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി. തസവ്വുഫിൽ നമ്മുടെ ഇമാമായി ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശൈഖുന ജമുൽ ജവാമി ഓതുമ്പോൾ ജമ്മിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവർ പറഞ്ഞത് നമ്മുടെ ത്വരീഖ് അത് കിതാബ് സുന്നത്തിൻ്റെ മേലെടുക്കപ്പെട്ടതാണ് എന്നാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. കിതാബും സുന്നത്തുമാണ്, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് തസവ്വുഫിൻ്റെ അടിസ്ഥാനമെന്ന് തസവ്വുഫിലെ ഇമാമായ ഇമാം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തസവ്വുഫ് ശൈഖുനയുടെ റിയാള, ചെറുപ്പകാലത്തെയുള്ള റിയാള പറയാൻ യോഗ്യതല്ല, എന്നാലും വേണമല്ലോ പറയാം. അതെന്താ? ചെറുപ്പകാലത്ത് കിതാബോധാൻ വരുമ്പോൾ പിന്നെ കിതാബോതുക എന്നതാണ് അതിൽ ഇൽത്തിസാമ് ചെയ്തവൻ്റെ ബാധ്യത. കിതാബോധാൻ ഏറ്റെടുത്തവനാകുമ്പോൾ, അതിനായി ഒരു സ്ഥാപനത്തിൽ ചേർന്നവനാകുമ്പോൾ അവന് അത് ഫർള് ഐനായി മാറുകയാണ്. അല്ലെങ്കിൽ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ കിതാബോധൽ ഫർള് കിഫായിയാണ്, ഏറ്റെടുക്കുന്നതോടുകൂടെ ഫർള് ഐനായി മാറും. ശൈഖുന ആ ഫർള് ഐനിൽ കഠിനാധ്വാനം ചെയ്ത് ശരീരത്തെ പരിശീലിപ്പിച്ചു. അതിനുവേണ്ടി രാവിനെ പകലാക്കി. ഞങ്ങൾ ശൈഖുനയിൽ നിന്ന് സഹീഹ് മുസ്ലിം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു താടി നരച്ചൊരു മൊയ്ലിയർ വന്ന്, എൻ്റെ ശരീക്കന്മാരുണ്ടാവും ഇവിടെ, ഇതുണ്ട്, നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഒരു മൊയ്ലിയർ വന്നിട്ട് ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്ന്, എന്തിനാ? ഞങ്ങളെ സബക്ക് കഴിഞ്ഞാൽ അടുത്ത ബാച്ച് കയറാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പ് ശൈഖുനയെ കാണണം അയാൾക്ക്. അപ്പോൾ അയാൾ ഞങ്ങളെ സബക്ക് കഴിഞ്ഞ ഉടനെ കയറി സലാം ചൊല്ലി ശൈഖുനാക്ക് പരിചയപ്പെടുത്തി. ഇവിടുന്ന് ചെമ്മങ്കടവ് കോങ്കയത്ത് ഓതിയിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന മുക്രിൻ്റെ പേരക്കുട്ടിയാണ് ഞാനെന്ന് പരിചയപ്പെടുത്തി. ഓർമ്മയുണ്ട്. അപ്പം അന്നുണ്ടായ സംഭവം പറഞ്ഞു. എന്താ സംഭവം? രാവ് പകരാക്കിയ സംഭവം തന്നെ. ആ മുക്രിയോട് ശൈഖുനാക്കൊരു കടപ്പാടുണ്ട്. കാരണം അന്ന് ഗൾഫ് പണം ഇങ്ങോട്ട് ഒഴുകിയിട്ടില്ലാത്തതിനാൽ ദാരിദ്ര്യം കൊടികുത്തിയ കാലമായപ്പോൾ ചെമ്മങ്കടവ് പള്ളിയിലാണെങ്കിലോ കോങ്കയം പള്ളിയിൽ 200 മുത്തഅല്ലിമീങ്ങളുണ്ട്. എങ്ങനെയാന്ന് മുത്തഅല്ലിമീങ്ങൾ അവിടെ ജീവിച്ചു എന്നുള്ളത് തസവ്വുറാവൂല.
ആ മസ്ജിദ് കാണാൻ നമ്മൾ പോയിട്ടുണ്ട്. ഒരു ബറക്കത്തിൻ്റെ സ്ഥലമല്ലേ. ശൈഖുനെ പോലെ വലിയ വലിയ മഹാന്മാർ ഓതി, അവരുടെ മശായിഖാകുന്ന വലിയ വലിയ മഹാന്മാർ ഓതിക്കൊടുത്തു. അങ്ങനത്തെ ദർസ് നടത്തിയ മസ്ജിദാകുമ്പോൾ കാണലും ബറക്കത്താണ്. അവിടെ 2 റക്അത്ത് നിസ്കരിക്കലും ബറക്കത്ത് തന്നെയല്ലേ. അപ്പോൾ അവിടെ പോയിട്ടുണ്ട്. എങ്ങനെയാണ് അവിടെ 200 മുത്തഅല്ലിമീങ്ങൾ ഓതിയതെന്ന് മനസ്സിലാവൂല. ഏതായാലും അവിടെ ഉറക്കൊഴിച്ച് ഓതിയ മുത്തഅല്ലിമാണ് ശൈഖുന. നേരത്തെ അന്നത്തെ പെട്രോൾ മാക്സ് എന്ന് പറയപ്പെടുന്ന മണ്ണെണ്ണ ഒഴിച്ച് കാറ്റടിച്ച് കത്തിക്കുന്ന ലൈറ്റാണ് പൊതുവായിട്ടുള്ളത്. ഇത് വാങ്ങാൻ മണ്ണെണ്ണ വേണം, മണ്ണെണ്ണയ്ക്ക് ക്യാഷ് വേണം. അതുകൊണ്ട് രാത്രി കുറച്ചാകുമ്പോൾ അത് ഓഫ് ചെയ്യും, പിന്നെ ഇരുട്ടാവും. അപ്പോൾ ശൈഖുന പറയാണ്, ലൈറ്റ് കെടുത്തുമ്പോഴത്തിന് എല്ലാവരും ചെയ്യും, അൽഫിൻ്റെ മത്തിന് എല്ലാവരും കാണാതെ പഠിക്കും. ഞാൻ മത്തിനും ഷറഹും കാണാതെ പഠിക്കും. ശൈഖുന മത്തിനും ഷറഹും കാണാതെ പഠിക്കും. അന്ന് ആ മൂല്യർ വന്നപ്പോഴാണ് ഫസ്റ്റ് ഞാനിത് കേട്ടത്. പിന്നെ പലതവണ ശൈഖുനായിൽ നിന്ന് കേട്ടിട്ടുണ്ട്. മത്തിനും ഷറഹും കാണാതെ പഠിക്കും. എന്നിട്ട് കാണാതെ ഇരുന്നിങ്ങനെ ഓതുകയാണ്. ഓതി എന്തിനാ ഓതണത്? നമ്മളെ കുട്ടികൾ ഓതുകയാണെങ്കിൽ ഓതുന്നത് കാണാതെ പഠിയാനായിരിക്കും. ഇത് മത്തിനും ഷറഹും കാണാതെ പഠിഞ്ഞ ശേഷം ഇരുട്ടത്തിരുന്ന് ഓതുകയാണ്. ഓത്തിൻ്റെ രസം തലയിൽ കയറിയപ്പോൾ, ഇൽമിൻ്റെ രസം അല്ലാഹു തആലയുടെ രസമാണ്. ഇൽമ് അല്ലാഹു തആലയുടെ സിഫത്താണ്. അല്ലാഹു തആല ഇൽമു കൊണ്ടാണല്ലോ ഏറ്റവും വലിയ ഔന്നത്യം നൽകുന്നത്. വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്തിൻ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പ്രഖ്യാപിച്ചു. റഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും. ഈമാനില്ലാത്തവർക്ക് ഔന്നത്യമില്ല. ഏത് ഔന്നത്യത്തിൻ്റെയും അടിസ്ഥാനം ഈമാനാണ്. എന്നാൽ ഈമാനുള്ളവരിൽ നിന്ന് വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്തിൻ, ഇൽമു നൽകപ്പെട്ടവർക്ക് ധാരാളം ദറജകൾ. ഇൽമു നൽകപ്പെട്ടവർക്ക് അല്ലാഹു തആല നൽകുന്ന ഔന്നത്യം, സ്ഥാനോയർച്ച, അത് വർണ്ണിച്ച് വിവരിച്ച് തീർക്കാൻ കഴിയാത്ത വിധം അനന്തമാണ് എന്ന് സൂചിപ്പിക്കും വിധം ദറജാത്തിൻ എന്ന ആ ജമ്മിൽ തെൻവീൻ കടത്തിയിട്ട് അല്ലാഹു തആല പഠിപ്പിച്ചു. അപ്പോൾ ആ വലിയ ഏറ്റവും വലിയ ഔന്നത്യം അള്ളാഹുവിൻ്റെ ഇൽമ് പഠിക്കുക, ഇൽമനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ഇൽമിൻ്റെ രസം, ഇലാഹിയായ രസം മനസ്സിലായവർക്ക് ഇൽമിൻ്റെ രസം മനസ്സിലാവും. അല്ലാത്തവർക്ക് അല്ല ബിരിയാണിൻ്റെ രസമോ മന്തിൻ്റെ രസമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രസമോ ഇതേ മനസ്സിലാവുള്ളൂ. അതേസമയം ഈ ഇലാഹിയായ രസം കിട്ടിയവർക്ക് ഇൽമിൻ്റെ രസം മനസ്സിലാകും. ഈ രസം മനസ്സിലായപ്പോൾ അത് വല്ലാത്ത ആസ്വാദനമായി. ശരീരത്തെ മറന്നു. ശരീരത്തിന് പിന്നെ ഉറക്കില്ല, പിന്നെ വിശപ്പും അറിയില്ല, ദാഹവും അറിയില്ല. വിശപ്പിനും ദാഹത്തിനും മുഴുവൻ ജമ്മുൽ ജവാമി സൂചിപ്പിച്ച പോലെ വിശപ്പടക്കാനും ദാഹമടക്കാനും ഇൽമ് മതിയാകും. ജമ്മുൽ ജവാമിയനൊക്കെ പറ്റിയതാണ് എന്ന് ജമ്മുൽ ജവാമിൻ്റെ തലഭാഗത്ത് സൂചന ഉണ്ടല്ലോ. ഇൽമ് ദാഹം തീർക്കാനും മതി, വിശപ്പ് തീർക്കാനും മതി, എന്ത് തീർക്കാനും മതി. പിന്നെ ഉറങ്ങിയില്ലെങ്കിൽ അയാൾക്ക് ക്ഷീണമില്ല. അതേസമയം ശൈഖുനാക്ക് ക്ഷീണമില്ല. രാത്രി ഉറക്കമൊഴിച്ച് നേരം പുലരുവോളം ഉറക്കൊഴിച്ചതിൻ്റെ പേരിൽ പകൽ ഉറങ്ങേണ്ടി വന്നില്ല. ക്ലാസ്സിൽ സബക്കിൽ ഉറങ്ങി തൂങ്ങുന്ന അവസ്ഥയില്ല. അങ്ങനെ ശൈഖുന നിരന്തരമായി ഓതി തക്രാറാക്കി ഓതുകയാണ്. തക്രാറ് കൊണ്ടാണല്ലോ മലക്കയാവുക. ഇൽമാവണമെങ്കിൽ മലക്കയാവണം എന്നുള്ളത് നമ്മൾ ചെറുപ്പത്തിൽ മുഖ്തസർ ഓതുന്ന കാലത്ത് പഠിക്കുന്നതാണ്. ഇൽമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വായനയാണ് മലക്ക. കൈഫിയത്തുൻ റാസിഖത്തുൻ ഫിൻ നഫ്സ്, മനസ്സിൽ സുദൃഢമായ സ്വഭാവ ഗുണം. തഖ്വി അങ്ങനെ തന്നെ കൈഫിയത്തുൻ റാസിഖത്തുൻ ഫിൻ നഫ്സ് ആകണം. ശൈഖുനാക്ക് തഖ്വയുടെ മലക്കയുണ്ട്. തഖ്വയും പ്രകൃതിയോട് ഇണങ്ങിയ സ്വഭാവമായി മാറിയിട്ടുണ്ട്. ഇൽമും പ്രകൃതിയോട് ഇണങ്ങിയ സ്വഭാവമായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഓതി മുഅദ്ദിൻ, അന്നൊക്കെ മസ്ജിദുകളിൽ ആരുണ്ടാവും? ജിന്നാളും ഉണ്ടാവും. ജിന്നാള് ചിലപ്പോൾ ഓതൊക്കെ ചെയ്യും. മുഅദ്ദിൻ ഇരുട്ടത്ത് വരുമ്പോൾ ആ ഇരുട്ടത്ത് നിന്ന് ഇങ്ങനെ മസ്ജിദിനുള്ളൊന്ന് ഓത്ത് കേൾക്കുന്നുണ്ട്. ജിന്നും ആവാം. ഇന്നിപ്പോൾ ജിന്നിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ തന്നെ മതി എല്ലാത്തിനും. ഇങ്ങനത്തെ അവസ്ഥ. അങ്ങനെ മുഅദ്ദിന് അദാൻ വിളിച്ചു. മുഅദ്ദിന് അദാൻ വിളിച്ചപ്പോൾ ശൈഖുനെ പോയാണ്ട് തട്ടിയാണ്ട്, നിങ്ങൾ സമയം പേച്ചതാ? മുമ്പ് ഞങ്ങളവിടുന്ന് 2 മണിക്ക് എണീച്ചുകാണ്ട് അദാൻ വിളിച്ച് ഉറക്കത്തിൽ എണീച്ചുകാണ്ട് സമയം നോക്കിയപ്പോഴേ സമയം കഴിഞ്ഞ് തോന്നിയിട്ട് എന്താ പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ സമയം പേച്ചത്? എല്ലാ കുട്ടി തരെ ഉറങ്ങിയിട്ടില്ലേ, നേരായിണെന്നാണ് പറഞ്ഞ്.
അങ്ങനെ ആ മുഅദ്ദിൻ ഒരാളോട് സംസാരിച്ചിട്ട് ശൈഖുനാക്ക് ചിമ്മിണി വിളക്ക് ഇങ്ങനത്തെ ഒരു അപൂർവ മുത്തഅല്ലിം ഇവിടെ ഉണ്ട്, ആ കുട്ടിക്ക് ഒരു വിളക്ക് വാങ്ങിക്കൊടുത്താൽ വലിയ കൂലി കിട്ടും എന്ന് മുഅദ്ദിൻ ഒരാളോട് സംസാരിച്ച് ഒരു ചെറിയ ചിമ്മിണി വിളക്ക് അന്ന് വാങ്ങിക്കൊടുക്കാൻ ഹെൽപ്പ് ചെയ്ത ആളാണ് ഈ വന്ന മൊയ്ലിയാരെ വല്ലിപ്പ. അപ്പോൾ അയാളെ പറഞ്ഞാൽ ഈ മൊയ്ലിയർക്ക് ശൈഖുനാൻ്റെ അടുത്ത് സീറ്റ് കിട്ടും എന്നുള്ള നിലക്കായിരിക്കും അയാളത് പറഞ്ഞത്. അപ്പോൾ ശൈഖുനാനെ കൊണ്ട് കുറേ ആളുകൾക്ക് ഉപകാരം കിട്ടി, എൻ്റെ ചുറ്റുഭാഗത്തും കുറേ ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയല്ലോ. ഇങ്ങനെ അന്ന് മുതലേ ഈ റിയാദയുണ്ട്. ശരീരത്തിനെ അല്ലാഹു തആലയുടെ റിളയിലായി പിടിച്ചു നിർത്തി അള്ളാഹുവിൻ്റെ സുഖ്തിൽ നിന്ന് ഒഴിവാക്കി, അല്ലാഹു തആലയുടെ ബുഗ്ളിൽ നിന്ന് ഒഴിവാക്കി, പിശാച്ചിനോടും അമ്മാറത്തായ നഫ്സിനോടും പടപൊരുതി ശരീരത്തിനെ പരിശീലിപ്പിക്കുക എന്ന ഈ സ്വഭാവം, ഇതാണ് ത്വരീഖത്ത്. ഇതുള്ളവരാരെന്നപ്പോൾ നമ്മൾ നോക്കേണ്ടത്. പൂർണ്ണമായി ജീവിതത്തിൽ വാക്കിൽ സൂക്ഷ്മതകൾ പാലിക്കുക, തൊള്ളേക്കൂടെ വരണമൊക്കെ പറയാതിരിക്കുക, തോന്നുന്നിടത്തൊക്കെ കിട്ടുന്നിടത്തൊക്കെ നോക്കാതിരിക്കുക, പിടിക്കാൻ പറ്റണത് കയ്യണത്തിനൊക്കെ പിടിക്കാതിരിക്കുക, ഇങ്ങനെ ചെയ്യാൻ തോന്നണമൊക്കെ ചെയ്യാതിരിക്കുക. എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട്, ഞങ്ങൾ ജമ്മുൽ ജവാമിയിലെ തസവൂഫ് ഓതുമ്പോൾ അന്ന് ശൈഖുന ജമ്മുൽ ജവാമി രണ്ടും തീരോളം ഓതിത്തന്ന് എന്നിട്ട് ചീരണിക്ക് കാശ് തന്നിട്ടുണ്ട്. ശൈഖുനായുടെ സമാഹത്ത് ജമ്മുൽ ജവാമി തീർന്നപ്പോൾ ഞാൻ പറഞ്ഞ് ചീരണി ഉണ്ടെന്ന് പറഞ്ഞ്, വലിയൊരു സന്തോഷമല്ലേ. ശൈഖുനായിൽ നിന്ന് വലിയൊരു കിതാബ് ഓതിയാണ് തീരാണ്. വലിയൊരു സന്തോഷം കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി സന്തോഷത്തിൽ അല്ലേ മൂപ്പരുണ്ടേനി. എൻ്റെ ശരീക്കാണ് മാഷാ അല്ലാഹ്. അപ്പോൾ ചീരണിയുണ്ട് പറഞ്ഞു. അപ്പോൾ ശൈഖുന അരപ്പട്ടിന്ന് കാശുകൾ എടുത്തെന്ന് എത്രയും നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ബുഖ്ല് എന്ന് പറഞ്ഞ സംഭവം തന്നെ ഇല്ല, മാരിനോടുള്ള ഹിർസ് തന്നെ ഇല്ല, മാരിനെ പറ്റി നോട്ടമില്ല എന്ന് മനസ്സിലായി. നോക്കാതെടുത്തങ്ങോട്ട് നിന്ന് പിന്നെ ചോദിച്ച് എന്താ ചീരണിയെന്ന്. അപ്പോൾ ഇറച്ചി പൊറാട്ടിയാണെന്ന് പറഞ്ഞു. അല്ലോ അതിന് തോന്നും തയ്യലല്ലോ പറഞ്ഞാണ്ട് പിന്നെയും ചെയ്ത് പിന്നെ അരപ്പട്ടിയിലുള്ളത് മുഴുവെടുത്തെന്ന്. നമുക്കെല്ലാം സുഖമായി, നമ്മൾ ചീരണി ഉണ്ടാക്കിയവരുമായി പൈസ. അങ്ങനെ ജമ്മുൽ ജവാമി കഴിഞ്ഞ് ചീരണി തന്നു. തീരെ ബുഖ്ല് മാരിനോടുള്ള അലച്ച ശൈഖുനാക്ക് ഇല്ല. ഉണ്ടെങ്കിൽ എണ്ണീറ്റാ തരാം അല്ലേ. മാരിൻ്റെ പൈസൻ്റെ കാര്യത്തിൽ കണക്ക് നോക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യുക, എണ്ണീറ്റാ തരാം. 2 വട്ടം തന്നപ്പോഴും എണ്ണീറ്റില്ല. എൻ്റെ അടുത്ത തന്നേ ശൈഖുനാണ് എടുത്ത് തന്ന്. അപ്പോൾ ചീരണി അറിയുമ്പോൾ ചെറിയ വല്ല മധുരയ്ക്കൊന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്ന്. പിന്നെ എന്താണ് ചീരണി എന്ന് ചോദിച്ച്. അപ്പോൾ ഇറച്ചി പൊറാട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാ അതിന് തോന്നും തയ്യലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതിലുള്ളത് മുഴുവൻ എടുത്തു തന്നു. അപ്പോൾ ശൈഖുനായുടെ സുഹൂദാണ് അതിൽ നിന്ന് മനസ്സിലായത്. തസവൂഫിന് തന്നെ പഴയ കാലത്തെ പേര് സുഹൂദ് എന്നായിരുന്നു. ഇനി ചോദിക്കട്ടെ, ഇന്നത്തെ തസവൂഫുവാദികളായ ആളുകളും സുഹൂദും തമ്മിലുള്ള ബന്ധമെന്ത് നമ്മൾ നോക്കണം. നല്ല സുഖം തസവൂഫായിട്ട് നടന്നാൽ നല്ല പണം, കോടീശ്വരനാകാൻ പറ്റും. കോടീശ്വരനാകാൻ പറ്റണ ഏറ്റവും നല്ല പരിപാടിയാണെന്ത്, തസവൂഫ്. 2 കോപ്പിറൈറ്റിങ് കാട്ടുക, ആളെ കണ്ട് കിട്ടും. പണ്ടൊക്കെ ഉണ്ട് ആളെ കൂട്ടൽ ചെണ്ട മുട്ടിയാണ്ട. ഇപ്പം ആളെ കൂട്ടൽ എങ്ങനെ, തസവൂഫ് കാട്ടിയാണ്ട് 2 കോപ്പിറൈറ്റ് കാട്ടി എത്തിയോടത്തൊക്കെ എവിടെയെങ്കിലും പോയാണ്ട് വീഴുക. ഇങ്ങനെയൊക്കെ ഉണ്ട്. കയവൻ്റെ അടുത്തൊക്കെ പോവുക, എന്നിട്ടാണ്ട് വീഴുക. അപ്പോൾ ആൾക്കാരെല്ലാം കൂടി ഇത് അള്ളാനെ കണ്ട ആളാണ് എന്നിട്ട് മനസ്സിലാക്കും തസവൂഫ്. അങ്ങനെ പുതിയ പുതിയ തസവൂഫിൻ്റെ ആളുകളുണ്ട്. അപ്പോൾ ഇതല്ല തസവൂഫ്. മറിച്ച് ഇദാ ഖതറ ലക അംറുൻ ഫസിൻഹു ബിശ്ശറഇ ഫഇൻ കാന മഅ്മൂറൻ ബിഹി ഫബാദിർ ഇലൈഹി ഫഇന്നഹു മിനർ റഹ്മാൻ. ശൈഖുന ഓതി തന്നതാണത്. എൻ്റെ മുമ്പ് തസവൂഫിൻ്റെ താരീഫുണ്ട്, പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഇദാ ഖതറ ലക അംറുൻ, നിൻ്റെ മനസ്സിൽ വല്ലതും തോന്നിയാൽ, മനസ്സിൽ വല്ലതും ഉദയം ചെയ്താൽ, എന്തെങ്കിലും ചിന്തകൾ വന്നാൽ, മനസ്സിൽ വന്ന ഖാത്തിറൊക്കെ ചിലരെ വിചാരം എന്താ, ഇൽഹാമാണെന്ന്. മനസ്സിൽ എന്ത് തോന്നിയാലും ഒക്കെ ഇൽഹാമാണ്. ആ തോന്നിയതൊക്കെ പറയാ, തോന്നിയതിൻ്റെ പിന്നാലൊക്കെ പോവുക. അതിനൊക്കെ പേരെന്ത്, ഇൽഹാം എന്നുള്ളൊരു ഓമന പേരങ്ങിട്ടിടും. ഇദാ ഖതറ ലക അംറുൻ, മനുഷ്യൻ്റെ കൽബ് മുതഖല്ലിബായതുകൊണ്ട്, ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഓരോ സമയത്തും അതിൽ ഓരോ തോന്നലുകളും ചിന്തകളും വരും. മാ സുമിയൽ ഖൽബു ഇല്ലാ മിൻ തഖല്ലുബിഹി,
ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ സ്വഭാവം. ഖൽബുൽ മുഅ്മിനി ബൈന ഇസ്ബഈനി മിൻ അസാബിർ റഹ്മാൻ എന്ന ഹദീസിൽ ഇസ്തിയാറത്ത് തംസീലിയയോ മറ്റൊക്കെ ആയിട്ട് ഉണ്ടല്ലോ. ആ വിധത്തിൽ ഒരാൾ രണ്ട് വിരലിൻ്റെ ഇടയിൽ ഒരു സാധനത്തെ പിടിച്ചാൽ ഏതെല്ലാം രീതിയിൽ ഇളക്കി മറിക്കാൻ സാധിക്കുമോ ഇതുപോലെ മനുഷ്യൻ്റെ മനസ്സ് ഇളക്കി മറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സിൽ പല പല ചിന്തകളും വരും. ചിലപ്പോൾ നല്ലതിൻ്റെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നല്ല ലക്ഷ്യമായിരിക്കും, റൂട്ട് മോശമാകും. ചിലപ്പോൾ റൂട്ട് നല്ലതായിരിക്കും, ലക്ഷ്യം മോശമാകും. അപ്പോൾ തിരിച്ചറിയാൻ കഴിയൂല. ശരിക്ക് മുഗാലത്താത്തുൽ ആമത്തുൽ വുറൂദ് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. മുഗാലത്തയുടെ ഒരുപാട് ഇനങ്ങൾ, ഊലൂത്തകൾ, പലതരത്തിലുള്ള ഊലൂത്തകൾ കേട്ടാൽ വിചാരിക്കും ഇത് രേഖകളാണ്, ശരിയായ നിദാനങ്ങളാണ്, അല്ലെങ്കിൽ തെളിവുകളാണ് എന്ന് തോന്നിപ്പിക്കും വിധം തിരിച്ചറിയാൻ സൂക്ഷ്മമായി ചിന്തിക്കുകയും നന്നായി വിവരമുള്ളവർക്കും മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലുള്ള മുഗാലത്തകൾ, ജനങ്ങളെ പാട്ടിലാക്കാനും സ്വീപ്പാക്കാനും പറ്റുന്ന വിധത്തിലുള്ള അബദ്ധ സംസാരങ്ങളും അബദ്ധ ചിന്തകളും അബദ്ധമായി ദലീലുകളുടെ രൂപേണ ഉന്നയിക്കപ്പെടുന്ന ശുബുഹാത്ത്, ഏത് ബാത്തിലിനെയും സമർത്ഥിക്കാനായി വിവരിക്കപ്പെടുന്നതിൻ്റെ പേര് ശുബുഹാന്നാണ്, അല്ലെങ്കിൽ ഉലൂത്താന്നാണ്, അല്ലെങ്കിൽ മുഗാലത്താന്നാണ്. അതിന് മുശബ്ബഹാത്തായ സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന, സത്യത്തിനോട് സാദൃശ്യപ്പെട്ട പലതരത്തിലുള്ള ആമുഖങ്ങൾ, മുഖദ്ദിമകൾ, കാര്യങ്ങൾ ചേർത്ത് വെച്ച് ഓരോന്നും കേട്ടാൽ സത്യമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടും. ഇങ്ങനെയുള്ള മുശബ്ബഹാത്ത്, ഈ മുശബ്ബഹാത്തിൻ്റെയും ഊലൂത്തകളുടെയും കൂടുതൽ ഇനങ്ങൾ ശറൗത്ത് ദ്വീപിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ മിർക്കാത്തിൽ പറഞ്ഞിട്ടുണ്ട്. മിർക്കാത്തിൻ്റെ അവസാനം നമ്മളിങ്ങനെ വായിച്ചു നോക്കേണ്ടതാണ്. പലതരത്തിലുള്ള ഊലൂത്തകൾ. ഈ ഊലൂത്തുകളൊക്കെ പഠിച്ച ആളുകൾക്ക് വ്യാജ സിദ്ധാന്തങ്ങളിലേക്ക് പോകാൻ കഴിയൂല, അവർക്ക് ചിന്തിക്കാൻ കഴിയും. കുത്തുബിയുടെ അവസാനത്തിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നന്നായി ഓതി ദറസ് നടത്തി, കുത്തുബിയും മീറും മുഴുവൻ ദറസ് നടത്തിയ ആളാണ് ഷെയ്ഖുന. അപ്പോൾ അതുകൊണ്ട് ഷെയ്ഖുനാൻ്റെ അടുത്ത് ഒരു ഊലൂത്തി നടക്കൂല. എല്ലാ മുശബ്ബഹാത്തും സത്യമാണ് എന്ന് തോന്നിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ അത് അസത്യമാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് ഇൽമു കൊണ്ടും നൂറുൽ ബസീറത്ത് കൊണ്ടും കഴിയും. അന്ന് കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളോട് ദർസിൽ സഹീഹ് മുസ്ലിമിൻ്റെ സബഖിൽ ഷെയ്ഖുന പറഞ്ഞത് ഓർക്കുന്നു. ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ ഒരു സംഭവം. ആ അത്ഭുതങ്ങളെ കൊണ്ടാണല്ലോ ജനങ്ങളെ വശീകരിക്കുക. അവിടെ അത്ഭുതങ്ങൾ, ഇവിടെ അത്ഭുതങ്ങൾ പല ഇനങ്ങളുണ്ട് എന്ന് അതും ഷെയ്ഖുന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജമുൽ ജവാമി ഓതുമ്പോൾ തന്നെ അതിൻ്റെ ഇൽമുൽ കലാമിൻ്റെ മബഹസിൽ, ഉസൂലുദ്ദീനിൻ്റെ മബഹസിൽ അതും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്ഭുതങ്ങൾ പല ജാതിയുണ്ട്. നല്ല മനുഷ്യന്മാരിൽ നിന്ന് കാണുന്ന അത്ഭുത സിദ്ധികൾ തന്നെ മുഴുവൻ കറാമത്താവണമെന്നില്ല. നല്ല മനുഷ്യനാണ്, വിലായത്ത് എന്നുള്ള മർത്തബയിലേക്ക് ഉയർന്നിട്ടില്ല, അതിൻ്റെ പേര് മഴൂനത്ത് എന്നാ, കറാമത്ത് എന്നല്ല. എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴത്തേനും ഒരാളെ ഒരു വാക്ക് പറഞ്ഞ് ചിലപ്പോൾ യാദർശികമായി അയാളെ വാക്ക് പുലർന്നിട്ടുണ്ടാവും, അത് വലിയൊരു കറാമത്തായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കും, പിന്നെ ഓൻ ഔലിയായി. നല്ല ആളായാൽ തന്നെ വലിയ ആവണമെന്നില്ല. വിലായത്തിന് കുറച്ച് പണിയുണ്ട്, അങ്ങനെ എളുപ്പമുള്ള സംഗതിയല്ല. വിലായത്തിന് വലിയായലിൻ്റെ ഫായിദ എന്താണടോ, മാവഴുത് മാക്കബിലോടടുക്കലാണടോ എന്ന് ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചതല്ലേ. ഷെയ്ഖുന പിന്നെ നമുക്ക് ഇത് ഓതി തന്നിട്ടുണ്ട്, ലാമിയത്തുൽ അഫ്ആൽ വാഫിരിദിൽ കസ്റ ഫീമാമിൻ വരിസ് വവലി. അന്ന് ഈ പാട്ട് പാടിയുണ്ട് നിങ്ങളുടെ അല്ലേ. അങ്ങനെ വലിയ എലി, വലിയ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ബേക്കിന്ന് മുന്നിലേക്കടുത്ത്. ആരാ മുന്ന്? അള്ളാഹു തആലയാണ് അവൽ അള്ളാഹു തആല. ആ അവലായ അള്ളാഹു തആലയോട് ഇടമുറിയാതെ അടുക്കണം. ഇവിടുന്ന് അങ്ങോട്ട് അടുക്കലാണ് വിലായത്ത്. എങ്ങനെ അള്ളാഹു തആലയോട് അടുക്കുക? അള്ളാഹു തആലയോട് അടുക്കൽ ഈ ത്വാഅത്തിന്റെ ഇടകൾ മാസിയത്തുകളെ കൊണ്ട് മുറിയാതിരിക്കൽ കൊണ്ടാണെന്ന് മഹാന്മാർ പറഞ്ഞ് വരിയനെ നിർവചിച്ചപ്പോൾ മൻ തവാലത് ത്വാഅതുഹു,
ത്വാഅത്തുകളുടെ ഇടകൾ, നന്മകളുടെ ഇടകൾ മഅസിയത്തുകളെ കൊണ്ട് നന്മകളുടെ ഇടമുറിയാതെ അള്ളാഹുവിനോട് അടുത്ത ആളാണ് വലി. വലിയ ഫഈലിൻ്റെ മാനാക്കാകും ആദ്യം, പിന്നെ മഫ്ഊലിൻ്റെ മാനാക്കാകും. അതും ശൈഖുന സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആലയുടെ അമ്രുകളും നഹികളും ഏറ്റെടുത്ത് അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിരോധനകളും കൃത്യമായി അനുസരിച്ച് അള്ളാഹുവിനോട് അടുക്കുമ്പോൾ അല്ലാഹു തആല അവനോട് ഏറെ കൂടുതൽ ഇങ്ങോട്ടടുക്കും. ഇവൻ്റെ കാര്യം അല്ലാഹു തആല ഏറ്റെടുക്കും. കൈ, കണ്ണ് ഒക്കെ ആയി എന്ന് ഇസ്തിആറത്ത് തംസീരിയായി പറയാൻ പറ്റുന്ന വിധത്തിൽ അവന് എല്ലാ പവറുകളും സംരക്ഷണങ്ങളും അല്ലാഹു തആല നൽകും. പ്രത്യേകിച്ച് പാരത്രിക ലോകത്തെ സംരക്ഷണം, സലാമത്തുൽ ഈമാൻ. ഇവിടെ ഇങ്ങനെ കോപ്പിരാട്ടി കാണിച്ച് നടക്കുക എന്നതല്ല വിലായത്ത്. ഇവ അങ്ങനെയാണെങ്കിൽ വലിയ വലിയ ആരാ വേണ്ടി വരും? ദജ്ജാലാ വേണ്ടി വരും. അതിൻ്റെ താഴെയുള്ള വലിയ ഇബ്ലീസും ലഅനത്തുല്ലാഹി അലൈഹിമ. ഇബ്ലീസിന് എല്ലാ മഹാന്മാരെയും കുരുത്തക്കേട്, ഇനി ഒരു മഹാന്റെയും കുരുത്തക്കേട് ഇട്ടാൻ ബാക്കിയില്ല ഇബ്ലീസിന്. ആദം നബി അലൈഹിസ്സലാം തൊട്ട് തുടങ്ങിയാണ്. അവിടെ നിന്നിട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാർ വരെയുള്ള സർവമഹാന്മാരുടെയും പൊരുത്തക്കേടും കുരുത്തക്കേടും മുഴുവൻ ഏറ്റുവാങ്ങിയവനാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഉഷാറായിട്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ നടക്കണില്ലേ? അതിഗംഭീരമായി അവൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ആർക്കും തടയാൻ കഴിയണ്ട ഇബ്ലീസിനെ? ഇല്ലല്ലോ. പക്ഷെ സമയമുണ്ട്. ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, ഖിയാമത്ത് നാൾ വരെ നടക്കുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ജസാഇൻ്റെ യൗമാണ്, പ്രതിഫലത്തിൻ്റെ യൗമാണ്. അതുവരെ ഇബ്ലീസിന് ഇവിടെ മുന്നേറ്റം ഉണ്ടാവും. എന്തേ ഗുരുത്തം കെട്ടിട്ടോ ചത്തുപോയാ? ഇല്ലല്ലോ. ഗുരുത്തക്കേട് വാങ്ങിയിട്ട് ഇബ്ലീസ് ചത്തുപോയിട്ടില്ല. ഗുരുത്തക്കേട് കാട്ടിയിട്ട് ഓൻ്റെ ഒരു പ്രവർത്തനത്തിനും മുടക്കം വന്നിട്ടില്ല. ഉഷാറായി നടക്കുന്നുണ്ട്. എല്ലാവരിടത്തും അവനും അവൻ്റെ ജുനൂദും സർവരിലും എത്തുന്നുണ്ട്. എവിടെ? എല്ലാ സ്ഥാപനത്തിലും വന്ന് നോക്കും, എല്ലാ മസാജിദിനും വന്ന് നോക്കും, എല്ലാ നല്ല സദസ്സുകളിലും വന്ന് നോക്കും, ഏത് മനുഷ്യന്മാരെടുത്തും വന്ന് നോക്കും. അപ്പം ഈ ഗുരുത്തക്കേട് എന്ന് പറഞ്ഞത് എന്തൊന്നുമല്ല, ഇവിടെ ജീവിക്കാൻ കഴിയാതിരിക്കുക, ഇവിടെ പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുക, ഇതല്ല ഗുരുത്തക്കേട് പറഞ്ഞാൽ. പിന്നെന്താ? അത് സൂഉൽ ഖാത്തിമയാണ്. സൂഉൽ ഖാത്തിമ ഇബ്ലീസിനുണ്ട് എന്ന് ഖുർആൻ തന്നെ പ്രഖ്യാപിച്ചതാണ്. സൂഉൽ ഖാത്തിമ വന്നു പോകലാണ് നാം പേടിക്കേണ്ടത്. സൂഉൽ ഖാത്തിമ വരാതെ ഹുസ്നുൽ ഖാത്തിമ വരണമെങ്കിൽ അതിന് നമ്മുടെ മശായിഖ്, നേരത്തെ ഇവിടെ കൂറ്റമ്പാർ ഉസ്താദ് ശൈഖുനായുടെ പരമ്പര എണ്ണിയല്ലോ. ഈ പരമ്പരയിലൂടെ കണ്ണി മുറിക്കാതെ നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്താൻ പറ്റണം. ഇതാണ് ഉസ്താദുമാരുടെ പരമ്പര. അതിന് നമ്മുടെ മശായിഖ് ശൈഖുന ഉൾപ്പെടെയുള്ള മശായിഖിനെ മുഴുവൻ നമുക്ക് സമകാലികരിൽ ഏറ്റവും സമുന്നതവരും അത്ഖിയാഉമാണ്, അള്ളാഹുവിനെ മാത്രം ചിന്തിച്ച് ഭയന്ന് വഴിപ്പെട്ട് ജീവിച്ചവരാണെന്ന് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും വിധം നമുക്ക് അവരെ ജീവിതം അനുഭവമുണ്ട് താനും. അവരെ മശായിഖ് അവരെക്കാൾ സമുന്നതരായിരിക്കും. അവരെ മശായിഖ് അവരെക്കാൾ സമുന്നതരായിരിക്കും. അവര് ഈ നൂലറുത്തിട്ടില്ല, അവരെ നല്ല കട്ടിയുള്ള ബലമുള്ള ചെങ്ങനയിൽ കോർത്ത് വെച്ചവരാണ്. ആ നൂല് നാം അറുത്തു പോയാൽ കഥ കഴിയും. നമുക്ക് നമ്മളെപ്പറ്റി വിശ്വസിക്കാൻ പറ്റൂല. നമ്മളെ നഫ്സിനെ പറ്റി നമുക്ക് വിശ്വസിക്കാനേ പറ്റൂല. നമ്മളെങ്ങനെ വിശ്വസിക്കാം? നമ്മളെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ചെയ്തിട്ടില്ല. നബി തങ്ങളുടെ സ്വഭാവം എന്താ? ഇന്നി ളലംതു നഫ്സി ളുൽമൻ കബീറൻ കസീറ, ഞാൻ ധാരാളം ദുൽമ ചെയ്തിട്ടുണ്ട്, കുറച്ചൊന്നല്ല, വലിയ വലിയ ദുൽമ ചെയ്തിട്ടുണ്ട്, ധാരാളം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു മഅസിയത്തും ഉണ്ടായിട്ടില്ല, ഖിലാഫുൽ ഔല വരെ ഉണ്ടായിട്ടില്ല. പിന്നല്ല ഹറാം, പിന്നല്ല കറാഹത്ത്. ഒരു ഖിലാഫുൽ ഔല വരെ ഇല്ലാതെ ജീവിത ശുദ്ധി നേടിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബോധം എന്താ? ഇന്നി ളലംതു നഫ്സി ളുൽമൻ കബീറൻ കസീറ അബൂ ബിദംബി, എൻ്റെ ദമ്പ് ഞാൻ സമ്മതിക്കുന്നു. തങ്ങൾക്ക് ദമ്പുണ്ടോ? ഒരു ദമ്പുമില്ല. പക്ഷെ ഒരു അബുദാണെന്ന ഭാഗത്തിലൂടെ അബുദിനുണ്ടാകേണ്ട ബോധമാണ് ഞാൻ മോശക്കാരനാണ്, ഒന്നുമല്ല.
അബ്ദ് നോക്കേണ്ടത് റബ്ബായ അള്ളാഹുവിലേക്കാണ്. റബ്ബായ അള്ളാഹുവിലേക്ക് നോക്കുമ്പോൾ ആ റബ്ബിനോട് പാലിക്കേണ്ട ഹുഖൂഖ് എനിക്ക് വേണ്ട പോലെ പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന തിരിച്ചറിവ് അബ്ദാണെന്ന ഭാഗത്തിലൂടെ അവന് വരുന്നത് കൊണ്ട് ഈ ഒരു തിരിച്ചറിവ് ശൈഖുനായിൽ നിയലിച്ചിരുന്നു. ശൈഖുന ഞാനാകാറില്ല, ശൈഖുന തികഞ്ഞവരാകാറില്ല. ശൈഖുന വല്ലാത്ത വിനയമാണ്, ഭയങ്കര തവാളുഴ്, വലിയ കൃപ, വലിയ കാരുണ്യം, നല്ല സ്നേഹം, എല്ലാ സൽഗുണങ്ങളും ശൈഖുനയിൽ മേടിച്ചതായി നമുക്ക് അനുഭവമുണ്ട്. അപ്പൊ ഇതാ ഖത്തറലക അമ്രുൻ, മനസ്സിൽ തോന്നിക്കൊണ്ടേയിരിക്കും. തോന്നുമ്പോൾ അത് 3 ജാതിയായിരിക്കുന്ന, മനസ്സിൽ തോന്നുന്ന കാര്യം 3 ജാതിയായിരിക്കും. ഒന്നിരിക്കൽ അല്ലാഹു തആല കൽപ്പിച്ചതാണ് എന്ന് ബോധ്യമുള്ള കാര്യമാകാം, അല്ലെങ്കിൽ അല്ലാഹു തആല വിരോധിച്ചതാണ് എന്ന് ബോധ്യമുള്ള കാര്യമാകാം. എനിവയിൻ ശക്കക്ത, മൂന്നാമത്തേത് കൽപ്പിച്ചതോ വിരോധിച്ചതോ രണ്ടും ബോധ്യപ്പെട്ടിട്ടില്ലാത്ത കാര്യം. ഇങ്ങനെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ 3 വിധമാകാം എന്ന് ശൈഖുന ഓതി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഇദാ ഖത്തറലക അംറുൻ ഫസിൻഹു ബിശ്ശറഇ, തോന്നിയാൽ, മനസ്സിൽ ഒരു ചിന്ത വന്നാൽ ശറാകുന്ന തുലാസ് കൊണ്ട് അതിനെ തൂക്കി നോക്കണം, ശറഅ കൊണ്ട് അളന്ന് നോക്കണം. ശറഅ കൊണ്ട് തൂക്കി നോക്കിയിട്ട് അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന്, ശരീഅത്തിൻ്റെ ഭാഗത്തു നിന്ന് കൽപ്പിക്കപ്പെട്ടതാണ് എന്ന് ബോധ്യം വന്നാൽ ഫബാദിറിയിലൈഹി, അതിലേക്ക് ഉളരണം. ഫഇന്നഹു മിനർ റഹ്മാൻ, അത് റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ മുഖ്തലയുടെ ഭാഗത്തിലൂടെ, റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗത്തിലൂടെ, റഹ്മത്ത് എന്ന നിലക്ക് റഹ്മാനായ റബ്ബ് നിൻ്റെ മനസ്സിൽ തന്ന വലിയ ഒരു നിയമത്താണ്, റഹ്മത്താണ് ആ നല്ല ചിന്ത. അതുകൊണ്ട് പിന്നാക്കാം എന്ന് വെക്കരുത്. ശൈഖുനാക്ക് പിന്നാക്കണ അവസ്ഥയില്ല, എല്ലാ കാര്യങ്ങളും മുന്നേ തന്നെ ആക്കും. ഏത് നന്മകളിലേക്കും മുസാറഅത്ത്, മുബാദറത്താണ് ശൈഖുനായുടെ സ്വഭാവം. വക്തായ നിക്കരിക്കാനൊരുക, ഓരോ കാര്യത്തിനും ശൈഖുനാക്ക് മുബാദറത്താണുള്ളത്. അതേസമയം അത് തിന്മയാണ്, വിരോധിക്കപ്പെട്ട കാര്യമാണെന്ന് ബോധ്യം വന്നാലോ അത് വർജിക്കണം. ഫഇന്നഹു മിനശ് ശൈത്വാൻ, അത് റഹ്മാനായ റബ്ബിൻ്റെ അദുവായ ശൈത്വാനിൻ്റെ പക്കൽ നിന്നുള്ള ദുർബോധമാണ് എന്ന തിരിച്ചറിവോടുകൂടെ വർജിക്കണം. ഇനി മഅ്മൂർ ബിഹിയോ മൻഹിയ അൻഹു എന്ന് ശക്കായ സംശയമായാലോ അപ്പോഴും വേണം വർജിക്കാം. ഇതാണ് ശരിയായ തസവുഫ് എന്ന് ശൈഖുന പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫഅലൈഹി തസീനുൻ ലിളാഹിരിഹിൽ ജലി ബിശരീഅത്തിൻ ലിയനൂറ ഖൽബുൻ മുജ്തലാ. അള്ളാഹുവിനെ കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആരും, അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രവേശിക്കുന്ന ആരും, അവന് നിർബന്ധമാണ് എന്ത്? തസീനുൻ ലിളാഹിരിഹിൽ ജലി, അവൻ്റെ വ്യക്തമായ ബാഹ്യഭാഗത്ത് മുഴുവൻ ബിശരീഅത്തിൻ, ശരീഅത്ത് കൊണ്ട് ഭംഗിയാക്കുക എന്നത് നിർബന്ധമാണ്. വാക്കുകൾ, പ്രവർത്തനങ്ങൾ, അവൻ്റെ ഇടപെടലുകൾ, ഇടപാടുകൾ, ജീവിതം മുഴുക്കയും, ഇതൊക്കെ ലാഹിറാണ്. ജീവിതം മുഴുവൻ, ഇരുട്ടായാലും വെളിച്ചായാലും ജീവിതം മുഴുവൻ ശരീഅത്ത് കൊണ്ട് ഭംഗിയാക്കണം. എന്നാലേ ലിയനൂറ ഖൽബുൻ മുജ്തലാ, അള്ളാഹുവിൻ്റെ നോട്ടസ്ഥലമാകുന്ന പടച്ച റബ്ബ് പ്രത്യേകമായി നിരീക്ഷിക്കുന്ന ഖൽബിന് പ്രകാശം കിട്ടാൻ, നമ്മൾ മഅരിഫത്ത് കിട്ടണം, പ്രകാശം കിട്ടണം, ഖൽബിലെങ്കണം എന്നതാണ് എല്ലാവരുടെയും പൂതി. പക്ഷേ എങ്ങനെയാണ് ആ ലങ്കൽ കിട്ടുക, ആ തിളക്കം കിട്ടുക, ഈ പ്രകാശം എങ്ങനെ കിട്ടും എന്ന് തിരിച്ചറിയാത്തതിൻ്റെ പേരിൽ ജനങ്ങൾ നട്ടോട്ട് ഓടുകയാണ്. എങ്ങോട്ടാ പോകേണ്ടിയെന്ന് പിടുത്തല്ല. എങ്ങോട്ടാ പോകേണ്ടത്? ശരീഅത്തിൻ്റെ ആളുകളുടെ അടുത്ത് പോകണം. ഫഅലൈഹി ശരീഅത്തുൻ ഫഅലൈഹി തസീനുൻ ലിളാഹിരിഹിൽ ജലി ബിശരീഅത്തിൻ. ശരീഅത്ത്, അതെ, ഹറക്കാത്തുൽ ലവാഹിർ, ലാഹിറിൻ്റെ ഹറക്കത്തുകൾ, അത് ഉൻവാനു ഹറക്കാത്തി സറായിർ.
ഉയർന്ന ചരണങ്ങൾ, ഉയർന്ന മുന്നേറ്റങ്ങൾ ആത്മാവിനും കൽബിനും ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ് ശരിക്ക് ബാഹ്യജീവിതം ശരീഅത്തനുസരിച്ച് ചിട്ടപ്പെടുത്തുക. ബാഹ്യമായ ചരണങ്ങൾ, ബാഹ്യമായ ഇടപെടലുകൾ, ബാഹ്യമായ ജീവിതം അത് പൂർണ്ണമായി ശരീഅത്തിനോട് ഒത്തു എന്നത് ആർക്കേ ഒപ്പിക്കാൻ കഴിയുള്ളൂ? കൽബ് റെഡിയായവനെ ഒപ്പിക്കാൻ കഴിയുള്ളൂ. കൽബ് റെഡിയാകാത്ത ആൾ, ഈമാൻ ശരിപ്പെടാത്ത ആൾക്ക് പൂർണ്ണമായും അവൻ്റെ ജീവിതത്തെ ഒപ്പിക്കാൻ കഴിയൂല. ഒന്നിരിക്കലും ഒരാളെ മുമ്പിൽ ഒപ്പിച്ചാൽ വേറെ ആളെ മുമ്പിൽ ഒപ്പിക്കാൻ നടക്കൂല. ഇറങ്ങി കുറച്ച് ആളുകളെ അനുയായികളെ മുമ്പിൽ ഒപ്പിച്ചാൽ രഹസ്യ ജീവിതത്തിൽ ഒപ്പിക്കാൻ നടക്കൂല. അപ്പം ഇയാളെ കൂടെ രഹസ്യത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് കള്ളിപൊളി തിരിച്ചറിയും. അപ്പോൾ അതുകൊണ്ട് കൽബ് ശുദ്ധിയായവൻ, കൽബിൽ മാരിഫത്തും ഈമാനുമുള്ളവനാണ് ജീവിതം, ബാഹ്യജീവിതത്തെ ശരിപ്പെടുത്താൻ സാധിക്കൂ. ബാഹ്യജീവിതം ശരിപ്പെടുക എന്നത് അത് കൽബ് ശരിപ്പെട്ടു, ആത്മാവ് ശരിപ്പെട്ടു എന്നതിൻ്റെ അടയാളമാണെന്നാണ് മഹാരഥന്മാർ പഠിപ്പിച്ചത്. ഈ നിലക്ക് ജീവിച്ചവരിൽ പ്രമുഖരാണ് ശൈഖുന ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്നതുകൊണ്ട് ശൈഖുനായെയും ശൈഖുന പഠിപ്പിച്ചതിനെയും പിൻപറ്റലാണ് വിജയത്തിൻ്റെ നിദാനം എന്ന് പറയേണ്ടതില്ല. അതോടൊപ്പം ഇൽമിൻ്റെ വാക്താക്കൾ ഇൽമിൽ ഇഖ്ലാസ് ഉണ്ടാക്കാൻ നോക്കണം. മഹാനായ ശൈഖുനായുടെ അബ്ദുർ റഷീദ് ഉസ്താദ് അത്താലല്ലാഹു ഹയാത്തഹു മഅ കമാലിൽ ആഫിയ വേറൊരു ഉസ്താദ് അവിടെ എത്തിയിട്ടുണ്ട്, സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.